നിയുക്ത എം.എൽ.എ. ഷിബു തെക്കുമുറം നയിക്കുന്ന മണ്ഡല പര്യടനം കോതമംഗലത്ത് ആവേശകരമായി മുന്നേറുന്നു. നീണ്ടപാറയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് നിർവഹിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വല വിജയം നേടിയതിന് പിന്നാലെ നിയുക്ത എം.എൽ.എ. ഷിബു തെക്കുമുറം ജനങ്ങൾ നൽകിയ വൻ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതിനായി നടത്തുന്ന മണ്ഡല പര്യടനം ആവേശകരമായി തുടരുകയാണ്. സത്യപ്രതിജ്ഞയ്ക്ക് പിന്നാലെ ജനങ്ങളുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്തി അവരുടെ പ്രശ്നങ്ങളും ആവശ്യങ്ങളും മനസ്സിലാക്കുകയാണ് പ്രധാന ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നീണ്ടപാറയിൽ നിന്നും ആരംഭിച്ച പര്യടനത്തിന്റെ ഉദ്ഘാടനം കവളങ്ങാട് ബ്ലോക്ക് പ്രസിഡന്റ് ബാബു ഏലിയാസ് നിർവഹിച്ചു. തുടർന്ന് നേര്യമംഗലം, കവളങ്ങാട്, വാരപ്പെട്ടി മണ്ഡലങ്ങളിൽ പര്യടനം നടന്നു. പര്യടനത്തിനിടെ സംസാരിച്ച നിയുക്ത എം.എൽ.എ. അടുത്ത 5 വർഷം കോതമംഗലത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുമെന്ന് അറിയിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, റോഡ് നവീകരണം, കുടിവെള്ള പദ്ധതികളുടെ വിപുലീകരണം, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളുടെ ശക്തിപ്പെടുത്തൽ എന്നിവയ്ക്കാണ് മുൻഗണനകൾ. യുവാക്കൾക്ക് തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാർഷിക മേഖലയെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നതിനും പ്രത്യേക പദ്ധതികൾ നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ജനങ്ങൾ നൽകിയ വിശ്വാസം പ്രവർത്തനത്തിലൂടെ തെളിയിക്കും. എല്ലാ വിഭാഗങ്ങളെയും കൂട്ടിയിണക്കി മുന്നോട്ടു പോകുന്ന വികസനമാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ ഉജ്ജ്വലമായ വിജയമാണ് ഐക്യ ജനാധിപത്യ മുന്നണിക്ക് നേടുവാനായിട്ട് കഴിഞ്ഞത്. ഈ നാട്ടിലെ ആബാലവൃത്തം ജനങ്ങളും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, ജാതി വർഗ വർണ്ണ ചിന്തകൾക്ക് അതീതമായി ഐക്യ ജനാധിപത്യ മുന്നണിയോടൊപ്പം നിന്ന് ശക്തമായ പോരാട്ടം നടത്തിയത് കൊണ്ടാണ് ഈ ഉജ്ജ്വലമായ വിജയം നമുക്ക് നേടുവാനായിട്ട് കഴിഞ്ഞത്. UDF നേതാക്കളായ ഷമീർ പനക്കൽ, A.T. പൗലോസ്, ബാബു പോൾ, P.K. ചന്ദ്രശേഖരൻ നായർ, P.S. നജീബ്, നിസാർ ഇറക്കൽ, C.K. സത്യൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ജെയ്മോൻ ജോസ്, ജോബി ജേക്കബ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ബിന്ദു ജോർജ്, സംഗീത പ്രതീഷ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരായ ജോമി തെക്കേക്കര, സൗമ്യ ശശി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ PM സിദ്ദിഖ്, രാജേഷ് കുഞ്ഞുമോൻ, പ്രിയങ്ക ടോമി, മേഘ ഷിബു, പഞ്ചായത്ത് മെമ്പർമാരടക്കം നിരവധി പ്രവർത്തകർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.